ഹായ് ഗായ്സ്, നമ്മളിന്ന് നമ്മുടെ മീൻകുളത്തിൻ്റെ അടുത്ത് വന്ന് നിന്നിട്ടുണ്ട്. നമുക്കിന്ന് ഞാനിന്ന് മീനിക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പിന്നെ ഞാൻ നോക്കാൻ പോവാണ്. നല്ല ചത്തുണ്ടെങ്കിൽ ഞാൻ കരി ചത്തുള്ളൂ. നോക്കാൻ എന്തൊക്കെ ഉണ്ടാവും, ഒരു കുഞ്ഞുങ്ങൾ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഗായ്സ്, ഞാൻ കാര്യം ശ്രദ്ധിച്ചു, ഇതുവരെ കാണാത്തൊരു, ഞാൻ പോലും അറിയാത്തൊരു നല്ല വൈബായിട്ടുള്ള മീനാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അറിയില്ല. എന്നാലും ചാനലും സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് വെച്ചേക്ക് പ്ലീസ്. ഇതാണ് നമ്മുടെ ഐറ്റം. ഇത് ലോക്കലാണോ ഹൈബ്രിഡ് ആണോ എന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കുക. അതിനുശേഷം ഞാൻ മീനെ കുറച്ച് തീറ്റ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം തിന്നൊക്കെ ഉണ്ട് ഗൈസ്. നല്ല വിശപ്പൊന്നും തോന്നുന്നു. കുറേ ദിവസമായിട്ടൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. ഞാൻ ഈ കുളത്തിൻ്റെ വെള്ളം മാറ്റാൻ ഇരിക്കുന്നുണ്ട്. പക്ഷേ ചെയ്യാനാണെങ്കിൽ ഒരു മനസ്സും വന്നില്ല. എനിക്ക് മടി പിടിക്കുന്നതാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ചെയ്യാൻ ഇഷ്ടമായിട്ട് വന്നതല്ല. ഞാൻ ഹൈബ്രിഡ് കപ്പിയും സാന്റാക്ലോസും പിന്നെ റെഡ് കോയ് ഗപ്പിയും പിന്നെ കുറച്ച് സാരിവാൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ള ഒരു കുളത്തിലേക്കാണ് ഇപ്പോൾ തീറ്റ കൊടുക്കുന്നത്. അതിനൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് ഭംഗിയാണ്. പക്ഷെ ആരും ഞാൻ ഇടുന്ന ചാനൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ ചാനലൊന്നും ആരെയും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നേക്കാം, സബ്സ്ക്രൈബും ചെയ്തേക്കാം. അപ്പോഴാണ് ഞാൻ കാര്യം സാധിച്ചത്. ഞാൻ ആദ്യം കുറേ കുഞ്ഞുങ്ങളെ കുളത്തിൻ്റെ അടുത്ത് പിടിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. വെള്ളം ചൂടായതുകൊണ്ടാണോ അതോ വെള്ളത്തിന് ഒന്നും പ്രശ്നമോ കുറേ ചത്തുപോയെന്നും അറിയത്തില്ല. ഞാൻ രണ്ട് ബാക്കറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ കാണാൻ സാധിക്കും. പക്ഷേ അതിന് ചത്തിരിക്കുന്ന മീനിൻ്റെ കാര്യങ്ങൾ കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ചത്തുപോകുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്ത് പറഞ്ഞേക്കാം. അടുത്തതായി നമ്മൾ എൻ്റെ വലിയൊരു കുളത്തിലാണ്. അത്യാവശ്യം വലുതൊന്നുമല്ല, പക്ഷേ ചെറുതായിട്ടൊരു വലിയ കുളമൊക്കെയാണ്. ഇതിനകത്ത് അധികം മീൻ കാണും. വലിയ കുളമൊക്കെ ആയിരിക്കും, പക്ഷെ അധികം മീനൊന്നുമില്ല. കണ്ടു, ഒരു തള്ള വയറ് നോക്കി നടക്കുന്നത്. അതാണ് പ്രസവിക്കുന്നില്ല. ഞാനിപ്പോൾ തീറ്റ തിന്നാൻ ഭാഗ്യം. കുറേ ഒന്നും വെള്ളത്തിൻ്റെ കുറവുണ്ട്, അതുകൊണ്ട് കുറേ ചത്തതൊന്നും അറിയില്ല. പിന്നെ ഇതാണ് നമ്മുടെ ലക്ഷ്യക്കുട്ടി. കണ്ടില്ല ഗൈസ്, ഇത് സുന്ദരിയാണ്. പക്ഷെ ഇവളുടെ കൂടെ ഒരു കൂട്ടാനുണ്ട്, അവനിപ്പില്ല. ഇതാണ് നമ്മളെ കുളത്തിൻ്റെ സിറ്റുവേഷൻ. അത് കുറിഞ്ഞി അവൾക്ക് തീറ്റ കിട്ടാത്തതുകൊണ്ടാണ് പറയുന്നത്. ഗൈസ്, എനിക്ക് അധികം ഗപ്പികളൊന്നുമില്ല. അതുകൊണ്ട് എൻ്റെ ഈ ഗപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നു. നമുക്ക് വ്യൂസ് മാത്രമേ കിട്ടുന്നുള്ളൂ, സബ്സ്ക്രൈബും ലൈക്കും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് വെച്ചേക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇടുന്നത്. അതൊന്ന് സപ്പോർട്ട് ചെയ്തൊന്ന് വെച്ചേക്കാം. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, ഞാൻ നിർബന്ധിക്കുന്നില്ല.